Hi friends, it's me Priya Hari Prasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. In this session, we will discuss 5-year plans. 5-year plans and objectives, target growth rate എന്താണ് ഓരോ പ്ലാൻസിൻ്റെ ഓരോ പ്ലാൻ്റെ പീരീഡ് എന്താണ് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിനും നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും UPSC ആസ്പിറൻസിനും എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. Okay, then come, let's learn together. Let's begin the class. 5-year plans. Okay. അപ്പോൾ നമുക്കറിയാം പ്ലാനിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു റഷ്യൻ ഇന്നോവേഷൻ ആണ് അല്ലേ. നമ്മൾ റഷ്യയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ 1950 നിലവിൽ വന്നത്. അതിനുശേഷം 1951 മുതൽ 5-year പ്ലാൻസ് അല്ലേ, പഞ്ചവത്സര പദ്ധതികൾ നിലവിൽ വന്നു. ഓക്കെ, പിന്നെ ഒരു 12th 5-year പ്ലാൻ വരെ അത് കണ്ടിന്യൂ ചെയ്യുകയും ആ 12th 5-year പ്ലാനിൻ്റെ ഒരു ഏകദേശം പകുതി ആവുന്നതോടുകൂടി അത് നീതി ആയോഗിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു അല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗിലേക്ക് മാറുകയും ചെയ്തു. ഓക്കെ, അപ്പം 5-year പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് സെൻട്രലൈസ്ഡ് ഇൻ്റഗ്രേറ്റഡ് നാഷണൽ ഇക്കണോമിക് പ്രോഗ്രസ് ആണ് ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ഫ്രം 1951 to 2017. അപ്പോൾ 1951 തൊട്ടിട്ട് 2017 വരെ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് സെൻട്രലൈസ്ഡ് ഇൻ്റഗ്രേറ്റഡ് നാഷണൽ എക്കണോമിക് പ്രോഗ്രാംസ് ആണ്. അതായത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സെൽഫ് റിലയൻസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഓരോ ലക്ഷ്യത്തോടു കൂടി എന്താ പറയുക, വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള നാഷണൽ എക്കണോമിക് പ്രോഗ്രാംസ് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ശരിക്കും പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഗ്രോത്തും പോവേർട്ടി ഇറാഡിക്കേഷനും മോഡേണൈസേഷനുമായിരുന്നു മെയിൻ എയിം അല്ലേ. പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാം എക്കണോമിക് പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എസ്പെഷ്യലി പോവേർട്ടി റിഡക്ഷനും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, കൂടാതെ പ്രൊമോട്ടിങ് ബാലൻസ്ഡ് ഗ്രോത്ത്, അതേപോലെ തന്നെ മോഡേണൈസേഷനും ബാലൻസ്ഡ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക അല്ലേ. ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ടേഴ്സും ഒരേപോലെ അല്ലേ, കാർഷിക മേഖല ആയിക്കോട്ടെ, എന്താ പറയുക, ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും വളർച്ച, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, അതുപോലെ പോവർട്ടി റിഡക്ഷൻ, മോഡേണൈസേഷൻ, ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് 1951 മുതൽ 2017 വരെ അല്ലേ നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് നാഷണൽ എക്കണോമിക് പ്രോഗ്രാംസ് നമ്മൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ 5-year പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്പയർഡ് ബൈ ദ സോവിയറ്റ് മോഡൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു റഷ്യൻ ഇന്നോവേഷനാണ്, അവിടെ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു സോവിയറ്റ് മോഡലിലാണ്. പക്ഷേ അതിന് 2015 ആയപ്പോഴത്തേക്കും അത് നീതി ആയോഗ് വന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുകയുണ്ടായി. ഓക്കെ, 2017 വരെ നമ്മുടെ പ്ലാൻ പീരീഡ് ഉണ്ടായിരുന്നു, അതായത് 12th 5-year പ്ലാൻ. പക്ഷേ 2015 ആയപ്പോഴത്തേക്കും നീതി ആയോഗ് വന്ന് നമ്മൾ ഈ പ്ലാനിങ് 5-year പ്ലാൻസിനെ റീപ്ലേസ് ചെയ്യുകയുണ്ടായി അല്ലേ. ഓക്കെ, അപ്പം the plans focused on key sectors like agriculture, industry, infrastructure and education, with each plan having specific objectives and priorities. അപ്പോൾ ശരിക്കും ടോട്ടലി ഈ പ്ലാൻസ് ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ അങ്ങനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ 5-year പ്ലാൻസിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും പ്രയോറിറ്റീസും ഉണ്ടായിരുന്നു. ഓരോ 5-year പ്ലാൻസിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും പ്രയോറിറ്റീസും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം 5-year പ്ലാൻസിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് 5-year പ്ലാൻസ് നോക്കാം. നമ്മൾ മെയിൻ എയിം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവർട്ടി റിഡക്ഷൻ അല്ലേ, അതുപോലെ ബാലൻസ്ഡ് ഗ്രോത്ത്, മോഡേണൈസേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് നോക്കുന്ന സമയത്ത് ഇക്കണോമിക് ഗ്രോത്ത്, പോവർട്ടി റിഡക്ഷൻ, മോഡേണൈസേഷൻ, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സെൽഫ് റിലയൻസ് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. സ്വയം പര്യാപ്തരാവുക അല്ലേ. അപ്പം നമ്മൾ പല കാര്യങ്ങൾക്കും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഓവർ ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്ത് വന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സെൽഫ് റിലയൻസ് ഒരു പ്രധാന ഒബ്ജക്റ്റീവ് ആയിട്ട് വെച്ചിരിക്കുകയാണ് പ്ലാനിങ് 5-year പ്ലാൻസിൽ. കറക്റ്റ് അല്ലേ.
അപ്പം ഇക്കണോമിക് ഗ്രോത്ത്, പോവർട്ടി റിഡക്ഷൻ, മോഡേണൈസേഷൻ, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സെൽഫ് റിലയൻസ്, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് 5 year പ്ലാൻസ് ഇൻ ഇന്ത്യ. അല്ലെ, ഇന്ത്യയിലെ 5 year പ്ലാൻസിൽ ഇതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഓരോ പ്ലാനിനും ഓരോ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഷോർട്ട് ചെയ്ത് ആദ്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലേ, വണ്ടർ ഓർ മിറാക്കിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ in India ആണ്, അല്ലേ, ഡ്യൂ ടു ദ അപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, മോഡേൺ ടെക്നോളജീസ്, അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ലൈക്ക് എക്സെട്ര എക്സെട്ര. അതായത് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സും മോഡേൺ എക്യുപ്മെൻറ്റ്സും അങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും എല്ലാം യൂസ് ചെയ്തതോടുകൂടി അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി അതെല്ലാം യൂസ് ചെയ്ത് കൃഷി ചെയ്തതോടുകൂടെ വണ്ടർ ഓർ മിറാക്കിൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി, അല്ലേ, കാർഷികോൽപ്പന്നത്തിൽ വൻതോതിലുള്ള വർധനവ് ഉണ്ടായി. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുക. ആ ഗ്രീൻ റവല്യൂഷൻ ഏത് പീരീഡിലാണ്? 3rd 5 year പ്ലാൻ പീരീഡിലാണ്, അല്ലേ. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ട്രൈ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ പോയിന്റ്സ് ഒക്കെ. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്, ഹരിത വിപ്ലവം, അത് 3rd 5 year പ്ലാൻ പീരീഡിലാണ്. 1961-66 ആണ് 3rd 5 year പ്ലാന്റെ പീരീഡും കൂടെ ഓർമ്മ വയ്ക്കുക. 1961-66 ആണ്. അപ്പം നമുക്കറിയാം അത് ഫുഡ് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ കഴിഞ്ഞു. ഫുഡ് സെക്യൂരിറ്റി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇക്കണോമിക് ലിബറലൈസേഷൻ ആണ്. ഓക്കെ, ഇക്കണോമിക് ലിബറലൈസേഷൻ എന്ന് പറയുന്നത് 8th 5 year പ്ലാനിൽ 1992 to 1997 പീരീഡിൽ വരുന്ന 8th 5 year പ്ലാനിൽ ഇക്കണോമിക് ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി, അല്ലേ, ഓപ്പണിംഗ് അപ്പ് ദ ഇക്കോണമി ടു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, അല്ലേ, വിദേശ നിക്ഷേപങ്ങളെ എന്താ പറയുക, ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു പ്ലാൻ പീരീഡാണ്. അത് എടുത്തു പറയേണ്ടതുണ്ട്. എക്കണോമിക് ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയൊക്കെ ലിബറലൈസ് ചെയ്തു, അല്ലേ, എല്ലാം ഒന്ന് ഫ്രീ ആക്കി. അപ്പം അത് 8th 5 year പ്ലാനിലാണ്. 1992-97 ആണ് 8th 5 year പ്ലാനിൻ്റെ പീരീഡ്. എടുത്തു പറയേണ്ട കാര്യം നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെ, വിദേശ നിക്ഷേപം സ്വീകരിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നീതി ആയോഗാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ്ലി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണണം. അപ്പോൾ നീതി ആയോഗ് റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻ 2015, അല്ലേ. അപ്പം ആൻഡ് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ ലോങ് ടേം ഡെവലപ്മെൻറ്റ്, ദീർഘകാല അളവിലേക്കുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നീതി ആയോഗ് ഈ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്യുകയുണ്ടായി. ഏത് വർഷം? 2015, അല്ലേ, 2015. ഓക്കെ, അപ്പം നീതി ആയോഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഓർമ്മ വരേണ്ട ഒരു കാര്യം ലോങ് ടേം ഡെവലപ്മെൻറ്റ്, സ്ട്രാറ്റജീസ് ഫോർ ലോങ് ടേം ഡെവലപ്മെൻറ്റ്, ആ ഒരു പോയിന്റ് നീതി ആയോഗുമായി റിലേറ്റ് ചെയ്തിട്ട് ഓർമ്മ വയ്ക്കണം. ഓക്കെ, ഇനി അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ, അതായത് 5 year പ്ലാൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പോവർട്ടി അലീവിയേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എടുത്തു പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എടുത്തു പറയേണ്ട അച്ചീവ്മെൻറ്റ്സ്, അതായത് 5 year പ്ലാൻസിൻ്റെ പഞ്ചവത്സര പദ്ധതിയുടെ ഫലമായിട്ട് നമുക്ക് ഇന്ത്യയിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ, അല്ലേ, എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പോവർട്ടി അലീവിയേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. ഓക്കെ, ചാലഞ്ചസ് നേടിയിട്ടുണ്ട്, ഒരുപാട് ചാലഞ്ചസും കൂടെ നേടിയിട്ടുണ്ട്. എന്തെല്ലാമാണ്? കൺസ്ട്രെയിൻസ് ഒരുപാട്, അല്ലേ, നമുക്ക് ഓരോ ലിമിറ്റിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. ആ കൺസ്ട്രെയിൻസ് ഉണ്ടായിട്ടുണ്ട്. റീജിയണൽ ഇംബാലൻസസ്, അതായത് എല്ലാ മേഖലകളിലും തുല്യമായിട്ട് എത്തിപ്പെട്ടിട്ടില്ല ഈ പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ റീജിയണൽ ഇംബാലൻസസ്, അല്ലേ, പ്രാദേശികപരമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബൽ ഇക്കണോമിക് അൺസർട്ടനിറ്റീസ്, അല്ലേ, അതെല്ലാം ഗ്ലോബൽ ഇക്കണോമിക് അൺസർട്ടനിറ്റീസ് വരുമല്ലോ. പല സാമ്പത്തിക മാന്ദ്യങ്ങൾ, ഇപ്പം പല രീതിയിലുള്ള ഒരു വാർ ടൈം ആയിക്കോട്ടെ, സാമ്പത്തിക മാന്ദ്യം, ഒരു ഫ്ലഡ്, ഒരു ഡ്രോട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ എന്തെങ്കിലും അഫയേഴ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ അതും ഡെഫിനറ്റ്ലി എന്തിനെ ബാധിച്ചിട്ടുണ്ട്? പ്ലാനിംഗ് 5 year പ്ലാൻസിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, റീജിയണൽ ഇംബാലൻസസ്, ഗ്ലോബൽ ഇക്കണോമിക് അൺസർട്ടനിറ്റീസ്, ഇതൊക്കെയാണ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ 5 year പ്ലാൻസ് എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചൊരു ടേബിൾ ഓഫ് കുറച്ച് ഡീറ്റെയിൽസ്, ഡാറ്റയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 5 year പ്ലാൻസിൻ്റെ പീരീഡ് നമ്മൾ എപ്പോഴും പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ. അപ്പം ടേബിൾ രൂപത്തിലാക്കി നമ്മളൊരു ഡെയിലി 1 time ഇതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 10 days നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു പ്ലാൻ പീരീഡും അതുപോലെ തന്നെ ടാർഗറ്റ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റും നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഒരു 10 time നമ്മളിതൊന്ന് ജസ്റ്റ് വായിച്ച് റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ വിത്തിൻ 10 days വൺ ഡേ വൺ ടൈം ഓൺലി ഓക്കെ അന്ന് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് 5 year പ്ലാൻ എന്ന് പറയുന്നത് 1951-56 ആണ് അല്ലേ. 51 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കറിയാം 56. സെക്കൻഡ് 5 year പ്ലാൻ 1956-61. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 56 ഫസ്റ്റ് 5 year പ്ലാൻ അവസാനിക്കുന്നു. അപ്പോൾ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? 56-61 സെക്കൻഡ് 5 year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തേർഡ് 5 year പ്ലാൻ 61-66. ഇത് മൂന്നും ഓർഡറിൽ വരുന്നുണ്ട്. 61-66 തേർഡ് 5 year പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ഹോളിഡേ വരുന്നുണ്ട്. ഓക്കെ, പ്ലാൻ ഹോളിഡേ വന്നതിന് ശേഷം ഫോർത്ത് 5 year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1969 അപ്പോൾ അതിനിടയ്ക്ക് ആനുവൽ പ്ലാൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1969-74 ഫോർത്ത് 5 year പ്ലാൻ. 69-74 ഫോർത്ത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 4 വരുന്നുണ്ട്. 74 എന്ന് ഓർക്കുക. 69-74. പിന്നെ അതിനുശേഷം 74 അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 74-79 ഫിഫ്ത്ത് 5 year പ്ലാൻ. 74-79 സിക്സ്ത് 5 year പ്ലാൻ. 80-85 80-85 സിക്സ്ത് 5 year പ്ലാൻ. സെവൻത്ത് 5 year പ്ലാൻ 85-90 85-90 സെവൻത്ത് 5 year പ്ലാൻ. സിക്സ്തും സെവൻത്തും നമുക്ക് എന്താ പറയുക ഈവൺ നമ്പർ ആണല്ലോ, അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. 80-85 സിക്സ്ത്, 85-90 സെവൻത്ത്. എയ്ത്ത് 5 year പ്ലാൻ അഗെയിൻ ഗ്യാപ്പ് വരുന്നുണ്ട്. 92-97 ആണ് എയ്ത്ത് 5 year പ്ലാൻ. 92-97. നയൻത്ത് 5 year പ്ലാൻ 97 2002. നയൻത്ത് 5 year പ്ലാൻ 97-2002. 2002-2007 10th 5 year പ്ലാൻ. 2002-2007 10th 5 year പ്ലാൻ. അതേപോലെ തന്നെ 2007-2012 11th 5 year പ്ലാൻ. ഓക്കെ, 2007 തൊട്ടിട്ട് 2012 വരെ 11th 5 year പ്ലാൻ. 2012 തൊട്ടിട്ട് 2017 വരെയായിരുന്നു 12th 5 year പ്ലാൻ. 11th 1 2007 തൊട്ടിട്ട് 2012 വരെ. 2012 തൊട്ടിട്ട് 17 വരെ ആയിരുന്നു 12th 5 year പ്ലാൻ. പക്ഷേ ഇൻ ബിറ്റ്വീൻ 2015 ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പം ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് നമ്മൾ ഇവിടെ എന്താ പറയുക പറഞ്ഞിട്ട് ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2.9 ഫസ്റ്റ് 5 year പ്ലാനിൻ്റെ ടാർഗറ്റ് ചെയ്തത് ഇത്ര നേടിയെടുക്കണം എന്ന് ടാർഗറ്റ് ചെയ്തത് 2.9ഉം ആക്ച്വലി നേടിയത് 3.6ഉമാണ്. 3.6ഉമാണ് അല്ലേ. അറ്റൈൻ ചെയ്ത ഗ്രോത്ത് റേറ്റ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 3.6. സെക്കൻഡ് 5 year പ്ലാനിൻ്റെ 4.5 ടാർഗറ്റും 4.3ഉം ആണ് ആക്ച്വൽ. അപ്പം ചെറിയൊരു വേരിയേഷൻ വന്നു, അത്രയും നേടാൻ കഴിഞ്ഞില്ല അല്ലേ. അപ്പോൾ സെക്കൻഡ് 5 year പ്ലാനിൻ്റെ 4.5 ടാർഗറ്റും 4.3 ആക്ച്വലും ആണ്. തേർഡ് 5 year പ്ലാനിൻ്റെ 5.6ഉം 2.8ഉം ആണ്. വളരെ പുവറാണ് അല്ലേ. 5.6 നമ്മൾ ടാർഗറ്റ് ചെയ്തെങ്കിലും പക്ഷേ നേടിയെടുക്കാൻ കഴിഞ്ഞത് ആക്ച്വൽ 2.8% മാത്രമാണ്. അതേപോലെ തന്നെ ഫോർത്ത് 5 year പ്ലാനിൻ്റെ 5.7 ആയിരുന്നു. 3.3 മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഫിഫ്ത്ത് 5 year പ്ലാനിൻ്റെ 4.4% ആയിരുന്നു. 4.8 നേടിയെടുക്കാൻ കഴിഞ്ഞു. സിക്സ്ത് 5 year പ്ലാൻ 5.2% ആയിരുന്നു. പക്ഷേ 6% നേടിയെടുക്കാൻ കഴിഞ്ഞു. എക്കണോമിക് ഗ്രോത്ത് ആണ് കേട്ടോ, അതായത് GDPയിലെ വളർച്ച. ദെൻ സെവൻത് 5 year പ്ലാൻ 5% ആയിരുന്നു. 6% അറ്റൈൻ ചെയ്തു. എയ്ത്ത് 5 year പ്ലാൻ 5.6 ആണ്. 6.8 അറ്റൈൻ ചെയ്തു. നയൻത് 5 year പ്ലാൻ 6.5 ആണ്. 5.4 അറ്റൈൻ ചെയ്തു. അപ്പം അതിൽ വേരിയേഷൻ ഉണ്ട് നയൻത്ത് പ്ലാൻ. പിന്നെ 10th പ്ലാൻ എന്ന് പറയുന്നത് 10th 11th 12th ഈ 3 പ്ലാനിൻ്റെയും ടാർഗറ്റും ആക്ച്വലും ഗ്രോത്ത് റേറ്റ് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിടാം. ഓക്കെ, 10th അതേപോലെ തന്നെ 11th 12th. ഓക്കെ, 12th നമുക്ക് ടാർഗറ്റ് മാത്രമേ പറയാൻ കഴിയുള്ളൂ, ആക്ച്വൽ നമുക്ക് പറയാൻ കഴിയില്ല, കംപ്ലീറ്റ് ആയില്ലല്ലോ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ 5 year പ്ലാനിൻ്റെ പ്ലാൻ പീരീഡ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു 10th 5 year പ്ലാൻ വരെയുള്ള ഗ്രോത്ത് റേറ്റ് ജസ്റ്റ് നമ്മളൊന്ന് നോക്കി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ഇനി ഓരോ പ്ലാനിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഒരു പ്ലാൻ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഒരു പ്ലാൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യമാണ്, എസ്പെഷ്യലി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 year പ്ലാൻ എന്ന് പറഞ്ഞത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആണ്. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആണ് ഫസ്റ്റ് 5 year പ്ലാൻ എന്ന് പറയുന്നത്. സെക്കൻഡ് 5 year പ്ലാൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിന് തന്നെയാണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. സെക്കൻഡ് 5 year പ്ലാൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. തേർഡ് 5 year പ്ലാൻ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്.
self-sufficiency in economy, self-sufficiency ആണ് കേട്ടോ. തേർഡ് 5-year പ്ലാൻ self-sufficiency in food, self-sufficiency in economy ആണ് തേർഡ് 5-year പ്ലാൻ അല്ലേ, സ്വയം പര്യാപ്തരാവുക. Then self-reliance and sustained growth ആണ് ഫോർത്ത് 5-year പ്ലാൻ, സെൽഫ് റിലയൻസ് ആൻഡ് സസ്റ്റെയിൻഡ് ഗ്രോത്ത്, അതായത് സുസ്ഥിര വികസനം അല്ലേ, ഭാവി തലമുറയിലേക്കും കൂടെ വിഭവങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് അല്ലേ, അങ്ങനെ സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനവും സെൽഫ് റിലയൻസുമാണ് ഫോർത്ത് 5-year പ്ലാൻ. ഫിഫ്ത്ത് 5-year പ്ലാന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് പോവേർട്ടി ആണ്, റിമൂവൽ ഓഫ് പോവേർട്ടി ആണ് ഫിഫ്ത്ത് 5-year പ്ലാൻ. ദെൻ അതേപോലെ തന്നെ സിക്സ്ത് 5-year പ്ലാന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി, കാർഷിക മേഖലയിലും അതുപോലെ വ്യാവസായിക മേഖലയിലുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇംപ്രൂവ്മെന്റ്, അതാണ് സിക്സ്ത് 5-year പ്ലാൻ എയിം ചെയ്തത് അല്ലേ. ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി, ദാറ്റ് ഈസ് ദ മെയിൻ എയിം ഓഫ് സിക്സ്ത് 5-year പ്ലാൻ. Then seventh 5-year plan, modernization and increase in employment opportunities. Modernization പല ക്വസ്റ്റ്യൻസും ഇതുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മോഡേണൈസേഷൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മോഡേണൈസേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് സെവൻത്ത് 5-year പ്ലാൻ ആണ്. എയ്ത്ത് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, മാനവ വിഭവശേഷിയുടെ വികസനം, അതിനുവേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്ത പ്ലാനാണ് എയ്ത്ത് 5-year പ്ലാൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. നയൻത് 5-year പ്ലാൻ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, നയൻത് 5-year പ്ലാൻ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, നയൻത് 5-year പ്ലാൻ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. 10th 5-year പ്ലാൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, നിക്ഷേപത്തിന്റെ വർധനവ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ്. ഓക്കെ, 9th 5-year പ്ലാൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, നമുക്കറിയാം വികേന്ദ്രീകരണം അല്ലേ. ഓക്കെ, അധികാര വികേന്ദ്രീകരണം, പ്ലാനിങ്ങിന്റെ പദ്ധതിയുടെ വികേന്ദ്രീകരണവും റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ മേഖലകളുടെ വികസനത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുവെങ്കിൽ 10th 5-year പ്ലാൻ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപങ്ങളുടെ വർധനവിന് ഊന്നൽ നൽകി. അതേപോലെ തന്നെ 11th 5-year പ്ലാൻ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ പീപ്പിൾ, ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ പീപ്പിൾ ആണ് 11th 5-year പ്ലാൻ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം, 12th 5-year പ്ലാൻ. 12th 5-year പ്ലാൻ എന്താ പറയുക, സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒരു സസ്റ്റെയിൻഡ് ഗ്രോത്തും സെൽഫ് റിലയൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഫോർത്ത് 5-year പ്ലാൻ ആണ്. 12th 5-year പ്ലാൻ എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് 5-year പ്ലാൻ അഗ്രികൾച്ചർ, സെക്കൻഡ് 5-year പ്ലാൻ ഇൻഡസ്ട്രി, തേർഡ് 5-year പ്ലാൻ ഫുഡ് സഫിഷ്യൻസി അല്ലേ, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ആൻഡ് ഇക്കോണമി, സെൽഫ് റിലയൻസ് ആൻഡ് സസ്റ്റൈൻഡ് ഗ്രോത്ത് ഫോർത്ത് 5-year പ്ലാൻ, റിമൂവൽ ഓഫ് പോവർട്ടി ഫിഫ്ത്ത് 5-year പ്ലാൻ. Then improvement in infrastructure in agriculture and industry എന്ന് പറയുന്നത് സിക്സ്ത് 5-year പ്ലാൻ, മോഡേണൈസേഷൻ സെവൻത്ത് 5-year പ്ലാൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എയ്ത്ത് 5-year പ്ലാൻ, നയൻത്ത് 5-year പ്ലാൻ ഏതാണ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, 10th 5-year പ്ലാൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, 11th 5-year പ്ലാൻ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ പീപ്പിൾ, ആൻഡ് ഫൈനലി 12th 5-year പ്ലാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്ലാനിങ്, അതായത് പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നും അതിൻ്റെ ഇയറും അതേപോലെ തന്നെ അതിൻ്റെ പ്ലാൻ പീരീഡ്സും ടാർഗറ്റ് ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ ഓരോ പ്ലാനും എയിം ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും, അതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം മാക്സിമം എല്ലാ സ്റ്റുഡൻസും ഈ വീഡിയോ കാണുകയും സജഷൻസ് അറിയിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട്, ടേക്ക് കെയർ, ബൈ.